ഒടുവിൽ ആരാധകർ ആഗ്രഹിച്ച ആ വാർത്ത പുറത്തു വന്നിരിക്കുന്നു. തങ്ങളുടെ പ്രിയപ്പെട്ട നടൻ്റെ വളരെയധികം വിശേഷപ്പെട്ട ഒരു കാര്യമാണ് സോഷ്യൽ മീഡിയകൾ ഇപ്പോൾ ഏറ്റെടുത്തിരിക്കുന്നത്. ആക്ഷൻ ഹീറോ ബിജു എന്ന ചിത്രത്തിലൂടെയാണ് സിനിമാ രംഗത്തേക്ക് അരിസ്റ്റോ സുരേഷ് അരങ്ങേറ്റം കുറിച്ചത്. പിന്നീട് ഏഷ്യാനെറ്റിലെ റിയാലിറ്റി ഷോ ബിഗ് ബോസിലൂടെ ജനഹൃദയങ്ങൾ കീഴടക്കിയ നടൻ കൂടിയാണ് അരിസ്റ്റോ സുരേഷ്. സുരേഷിൻ്റെ വിവാഹകാര്യം പലപ്പോഴും ബിഗ് ബോസിൽ ചർച്ചയായി മാറിയിരുന്നു. പിന്നീട് പല വാർത്തകളും അരിസ്റ്റോ സുരേഷുമായി വന്നെങ്കിലും ഇപ്പോഴിതാ താൻ വിവാഹിതനാവാൻ പോകുന്ന കാര്യം ആദ്യമായി താരം തന്നെ പ്രേക്ഷകരോട് തുറന്നു പറഞ്ഞിരിക്കുന്നു. തങ്ങൾ ഓരോരുത്തരും ഏറെ നാളായി കാത്തിരുന്ന പ്രിയപ്പെട്ട നടൻ്റെ വിവാഹ വാർത്ത കേട്ട സന്തോഷത്തിലാണ് ഓരോ ആരാധകരും. മുമ്പ് ബിഗ് ബോസിൽ തന്നോടൊപ്പം ഉണ്ടായിരുന്ന ഒരാളെയാണ് താൻ വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നത് എന്നാണ് അരിസ്റ്റോ സുരേഷ് പറഞ്ഞിരിക്കുന്നത്. തനിക്ക് ആ പെൺകുട്ടിയെ ഇഷ്ടമാണ്, പക്ഷേ ഇപ്പോൾ ഒന്നും തുറന്നു പറയാൻ പറ്റില്ല. കാരണം ആ കുട്ടിയുടെ സമ്മതത്തിനു വേണ്ടി കാത്തിരിക്കുകയാണ്. ഇങ്ങനെയാണ് അരിസ്റ്റോ സുരേഷ് കാര്യങ്ങൾ വിശദീകരിച്ചത്. തൻ്റെ അമ്മയുടെ ഏറ്റവും വലിയ ആഗ്രഹമാണ് തൻ്റെ വിവാഹം. ഉറപ്പായും അത് കറക്റ്റ് സമയത്ത് തന്നെ നടക്കും എന്നും താരം പറഞ്ഞു. മിസ്റ്റർ ബംഗാളി ദി റിയൽ ഹീറോ എന്ന തൻ്റെ പുതിയ സിനിമയുടെ പ്രമോഷനുമായി ബന്ധപ്പെട്ട അഭിമുഖത്തിലാണ് സുരേഷ് തൻ്റെ സ്വപ്ന സാഫല്യത്തിൻ്റെ വിവരങ്ങൾ തുറന്നു പറഞ്ഞത്. അരിസ്റ്റോ സുരേഷ് ആദ്യമായി നായകനാവുന്ന ചിത്രമാണ് മിസ്റ്റർ ബംഗാളി ദി റിയൽ ഹീറോ. പ്രമുഖ യൂട്യൂബറും സോഷ്യൽ മീഡിയകളിലെ സജീവ താരവുമായ ജോബി വയലുങ്കൽ തിരക്കഥയും നിർമ്മാണവും സംവിധാനവും നിർവഹിക്കുന്ന ചിത്രമാണ് മിസ്റ്റർ ബംഗാളി ദി റിയൽ ഹീറോ. ചിത്രത്തിൽ താനൊരു ബംഗാളി കഥാപാത്രത്തെയാണ് അവതരിപ്പിക്കുന്നത് എന്നും താൻ ഏറെ പ്രതീക്ഷയോടെയാണ് മിസ്റ്റർ ബംഗാളി ദി റിയൽ ഹീറോ എന്ന സിനിമയെ കാണുന്നതെന്നും അരിസ്റ്റോ സുരേഷ് പറഞ്ഞു. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു നല്ല സിനിമയായിരിക്കും മിസ്റ്റർ ബംഗാളി ദി റിയൽ ഹീറോ എന്ന് താരം ഉറപ്പിച്ചു പറഞ്ഞു. അഭിനയിക്കുന്നതിനിടെ തനിക്കും സംവിധായകൻ ജോബി വയലുങ്കലിനും സംഭവിച്ച അപകടത്തെക്കുറിച്ചും താരം വിശദമായി അഭിമുഖത്തിൽ പറഞ്ഞു. ഷൂട്ടിങ്ങിനായി നിർമ്മിച്ച കുടിൽ കത്തിയാണ് തനിക്ക് അപകടം സംഭവിച്ചത് എന്നാണ് അരിസ്റ്റോ സുരേഷ് വ്യക്തമാക്കിയത്. പ്രത്യേകം നിർമ്മിച്ച കുടിൽ കത്തുന്ന രംഗമായിരുന്നു ഷൂട്ട് ചെയ്തത് എന്നും താൻ കുടിലിനുള്ളിൽ ഉള്ളപ്പോഴായിരുന്നു കുടിൽ കത്തിയത് എന്നും താരം പറഞ്ഞു. തീ ആളിപ്പടർന്ന് തനിക്ക് പൊള്ളലേറ്റു എന്നും നാട്ടുകാരും ലൊക്കേഷനിലുള്ളവരും ഓടിയെത്തിയാണ് തന്നെ രക്ഷപ്പെടുത്തിയത് എന്നും അരിസ്റ്റോ സുരേഷ് വിശദീകരിച്ചു. സിനിമയിലെ സംഘടന രംഗം ചിത്രീകരിക്കുന്നതിനിടയിൽ സംവിധായകൻ ജോബി വയലുങ്കലിന് അപകടം സംഭവിച്ച കാര്യവും താരം പറഞ്ഞു. ചിത്രത്തിൽ വളരെ പ്രാധാന്യമുള്ള വേഷത്തിൽ ജോബി വയലുങ്കൽ അഭിനയിക്കുന്നുണ്ട് എന്നും പ്രശസ്ത തെന്നിന്ത്യൻ ഫൈറ്റ് മാസ്റ്റർ ജാക്കി ജോൺസനാണ് സ്റ്റണ്ട് മാസ്റ്ററായി ചിത്രത്തിൽ ഉള്ളത് എന്നും താരം പറഞ്ഞു. തുടർച്ചയായി 5 ദിവസമായി ഷൂട്ട് ചെയ്ത സംഘടന രംഗത്തിൽ വളരെ സാഹസികമായ ഒരു ആക്ഷൻ സീക്വൻസ് ചിത്രീകരിക്കുന്നതിനിടെയാണ് ജോബി വയലുങ്കലിന് പരിക്കേറ്റത്. ഭാഗ്യമൊന്നുകൊണ്ട് മാത്രമാണ് താനും സംവിധായകനും നടനുമായ ജോബി വയലുങ്കലും രക്ഷപ്പെട്ടത് എന്നും അരിസ്റ്റോ സുരേഷ് മാധ്യമങ്ങൾക്ക് മുന്നിൽ വിശദീകരിച്ചു. മിസ്റ്റർ ബംഗാളി ദി റിയൽ ഹീറോ എന്ന സിനിമയിലെ നായകനായ അരിസ്റ്റോ സുരേഷിനും നടനും സംവിധായകനുമായ ജോബി വയലുങ്കലിനും ഷൂട്ടിങ്ങിനിടെ അപകടം സംഭവിച്ച വാർത്ത സോഷ്യൽ മീഡിയകളിൽ വലിയ വൈറലായി മാറിയിരുന്നു. തൊടുപുഴയിലും പരിസര പ്രദേശങ്ങളിലുമായിരുന്നു മിസ്റ്റർ ബംഗാളി ദി റിയൽ ഹീറോ ചിത്രീകരിച്ചത്. ചിത്രം ഉടൻ തന്നെ തിയേറ്ററിലെത്തുമെന്നും അരിസ്റ്റോ സുരേഷ് പറഞ്ഞു. താൻ നായകനായി എത്തുന്ന ആദ്യ ചിത്രം മിസ്റ്റർ ബംഗാളി ദി റിയൽ ഹീറോ വലിയ ഹിറ്റായി മാറണമെന്നാണ് തൻ്റെ ആഗ്രഹമെന്നും അത് കഴിഞ്ഞ് താൻ വിവാഹിതനാവുമെന്നും പറഞ്ഞുകൊണ്ടാണ് താരം അഭിമുഖം അവസാനിപ്പിച്ചത്. കൂടുതൽ സിനിമ വാർത്തകളും വിശേഷങ്ങളും അറിയുവാൻ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.